ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് മാത്രമാണ് ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് എങ്ങനെയാണ് ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് ഒരു 3 വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു പഴുത്ത തക്കാളിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 3-4 പച്ചമുളക് നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിയില്ലാത്ത പച്ചമുളകാണ്. ഇനി അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു വലിയൊരു ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം പൊടിച്ചതാണ്, ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ശേഷം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അത് ഒഴിച്ച് കൊടുക്കുക. ഇത് ഒഴിച്ചൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ മസാലകളൊക്കെ നന്നായിട്ടാവുമ്പോൾ സെറ്റായി പിടിക്കും കേട്ടോ. ഇതിൽ നമ്മൾ ചേർത്ത പെരിഞ്ജീരകപ്പൊടി ആണെങ്കിലും മല്ലിപ്പൊടി ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പൊടികൾ ഇതിൽ ചേർക്കുമ്പോൾ നമ്മൾ ചിക്കൻ കറിക്കാണെങ്കിലും മുട്ടക്കറി അതുപോലെ വെജിറ്റബിൾ കുറുമ എല്ലാ കറികൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്ന പൊടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് അത് കറിയിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കൈ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായി. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്ന കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തുള്ളി വെള്ളമാണ്. അതിനിപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഓരോരുത്തർ കുക്കർ ഓരോ രീതിയിലല്ലേ. അപ്പോൾ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്ര ഒഴിച്ച് കൊടുത്താൽ മതി. അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്നുകൂടി ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് 2 വിസിലാണ് ആക്കിയെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ 2 വിസിലൊക്കെ വന്നതിന് ശേഷം ഇവിടെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം വേറെ ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറിയൊരു പട്ടയും 2 ഏലയ്ക്കും 2-3 ഗ്രാമ്പും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വിസിലാക്കി വെച്ച ഉള്ളി, ഈ 2 വിസിലാണ് ഞാൻ ആക്കിയത്. അതിൽ ഇതുപോലെ ഉള്ളി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര ഉള്ളി വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു വിസിലാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഓരോരുത്തർ കുക്കറും ഓരോ മാറ്റങ്ങളുണ്ടാവും. ചിലപ്പോൾ 3 വിസിലിനൊക്കെ ആയിരിക്കും ഇതുപോലെ ആയി കിട്ടുക. അത് നോക്കിയിട്ട് വേണം ആക്കാൻ. ഞാനിപ്പോൾ ഇത്രയും ആക്കിയത്. കുട്ടികൾ ഒരു വിസിലാണെങ്കിൽ ഉള്ളി ഇത്ര ആവില്ല. അപ്പോൾ അവിടെ കുട്ടികളെ ഉള്ളി മാറ്റിയിടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 വിസിലാക്കിയത്. അപ്പോൾ കറക്റ്റ് ഒരു ഇതിൽ കിട്ടും. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മുട്ട അതുപോലെ വരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുട്ട വേവിക്കുമ്പോൾ ചിലവരൊക്കെ പൊട്ടിപ്പോവൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിന് നമ്മൾ ആ വേവിക്കുന്ന വെള്ളത്തിൽ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചിലർ മുട്ട വേവിക്കുന്ന സമയത്ത് മുട്ട തൊണ്ട് പൊട്ടിയിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ വരും. അതൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അതുപോലെ സുർക്ക ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിലും പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണെങ്കിലും കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ബോയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും. അത് ഞാൻ വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എഗ്ഗൊക്കെ. ഇനി ഒന്നുമില്ല, ഈ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ട മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുട്ട റോസ്റ്റ് റെഡി ആയിട്ട് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ളിയുടെ ഗ്രേവിയും ഉള്ളി ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിസിൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഞാൻ 2 വിസിലാണ് എൻ്റെ കുക്കറിന് ഇങ്ങനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു വിസിലിന് നിങ്ങൾക്ക് ഉള്ളി ഇതുപോലെ ഒറ്റയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു വിസിലാക്കിയാൽ മതി. പിന്നെ ഗ്രേവി ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി വെറ്റിച്ചെടുക്കുക കേട്ടോ. ഒന്നുകൂടി കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഓഫ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ടതാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ, മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഗ്രേവി വേണം. ഗ്രേവിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇത്ര ഗ്രേവി നിങ്ങൾക്ക് എടുക്കാം. അല്ലെങ്കിൽ ഗ്രേവി ഒന്നുകൂടി നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. ഉള്ളിയും പറഞ്ഞ പോലെ ഒരു വിസിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. ഇത്ര വേണമെന്നുണ്ടെങ്കിൽ 2 വിസിലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുമില്ല, അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എടുക്കാം. ഇപ്പോൾ നമ്മളെ കിടിലും മുട്ട റോസ്റ്റ് ഇതാ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി തിക്കായിട്ടുണ്ട്. അതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ് കേട്ടോ. ഈസിയിൽ ഉണ്ടാക്കാൻ ഒരു വിസിൽ 2 വിസിലിന് നമുക്ക് മുട്ട റോസ്റ്റ് റെഡിയായി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.